ഹായ് ഹായ് ഹായ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആനുവൽ എക്സാമിന് ഇനി അധിക സമയമൊന്നുമില്ല. ആനുവൽ എക്സാം അടുത്തെത്തി അല്ലേ? അതുകൊണ്ട് തന്നെ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന അതേ രൂപത്തിലുള്ള ചോദ്യമായിട്ടാണ് മാഷി വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ അതിന്റെ ഒരു ഭാഗമാണ്. ഇതിന്റെ തുടർച്ചയായി വീണ്ടും എക്സാമിന് ചോദിക്കുന്ന രൂപത്തിലുള്ള വീഡിയോസ് ആയിട്ട് മാഷി വരും. അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളില്ലേ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നമ്മൾ 6ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഗ്രൂപ്പിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ഇതിന് തുടർച്ചയായിട്ട് എക്സാമിന് ചോദിക്കുന്ന അതേ രൂപത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളായിട്ട് മാഷ് വീണ്ടും വീഡിയോ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചോദ്യത്തിലൂടെ കിടക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവര കണക്കുകൾ എന്നുള്ള നമ്മുടെ പാട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ കണ്ടോ, ഇതൊരു സർക്കസ് നടന്ന ദിവസങ്ങളും ആ ദിവസങ്ങളിൽ വന്ന ആൾക്കാരെ എണ്ണമൊക്കെ കാണിക്കുന്ന ഒരു ബാർ ഗ്രാഫാണ്. ചതുരചിത്രമാണ്. ചതുരചിത്രം ബാർ ഗ്രാഫ് നമ്മൾ ഇതിന് വിളിക്കാം അല്ലേ? അതെ, സർക്കസ് നടന്ന ദിവസങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെ ദിവസങ്ങളിൽ സർക്കസ് നടന്നത്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഈ ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ ഡേയ്സ് ആണ് ഇങ്ങനെ നേരത്തെ തന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ ദിവസങ്ങളിലൊക്കെയാണ് സർക്കസ് നടന്നത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ വന്ന ആൾക്കാരെണ്ണാണ്. 100, 200, 300, 400 അങ്ങനെ ഓർഡറിൽ 900 വരെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ ബാർ ഗ്രാഫ് നോക്കിയിട്ട് ഈ ചതുരചിത്രം നോക്കിയിട്ട് എങ്ങനെയാണ് ഏതൊക്കെ ദിവസങ്ങളിൽ എത്ര ആൾക്കാർ വീതം വന്ന് നോക്കുക? ഇവിടെ നോക്കണേ, നമ്പർ ഓഫ് പീപ്പിൾ വന്ന ആൾക്കാരെണ്ണം 100 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 100ന് നേരെ ഏതെങ്കിലും ദിവസങ്ങളുണ്ടോ? 100ന് നേരെ ഏതെങ്കിലും ദിവസത്തെ ഗ്രാഫ് കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ദിവസം 100 ആൾക്കാർ വന്നിട്ടില്ല. ഇനി 200ന് നേരെയോ? 200ന് നേരെ ഒരു ദിവസം കാണിക്കുന്നില്ല. 200 ആൾക്കാർ വന്ന ദിവസങ്ങളും ഇല്ല. അപ്പൊ 300ന് നേരെയോ? നമ്മുടെ വെനസ്ഡേ 300ന് നേരെയാണ് കാണിക്കുന്നത്. വെനസ്ഡേയിൽ എന്താണ്? 300 ആൾക്കാരാണ് സർക്കസ് കാണാൻ വേണ്ടി വന്നത്. അതുപോലെ 400 ആൾക്കാർ സർക്കസ് കാണാൻ വന്നത് ട്യൂസ്ഡേക്ക് നേരെയാണ് കാണിക്കുന്നത്. ട്യൂസ്ഡേയുടെ ഗ്രാഫാണ് 400 വരെ, 400 നേരെ ഉള്ളത്. അപ്പൊ ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാണ് 400 ആൾക്കാർ വന്നത്. അതുപോലെ 500 ആൾക്കാർ വന്നതോ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ 500ന് നേരെയാണ്. 500 ആൾക്കാർ വന്ന ദിവസം ഇവിടെ ഫ്രൈഡേ ആണ്. പിന്നെ 600ന് നേരെയോ 2 ദിവസങ്ങൾ കാണിക്കുന്നുണ്ട്, മൺഡേയും തേഴ്സ്ഡേയും. നമ്മുടെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും 600ന് നേരെയാണ്. അപ്പൊ 600 ആൾക്കാർ വന്നത് മൺഡേയും തേഴ്സ്ഡേ ആണ്. 700ന് നേരെ വേറൊന്നും കാണിക്കുന്നില്ല, 800ന് നേരെ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ 800 ആൾക്കാർ വന്ന ദിവസമില്ല. പക്ഷെ 900ന് നേരെ നമ്മുടെ സാറ്റർഡേ കാണിക്കുന്നുണ്ട്. 900 ആൾക്കാർ വന്ന ദിവസം നമ്മുടെ സാറ്റർഡേ ആണ്. ഇതൊക്കെ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് തന്നെ പറയാൻ വേണ്ടി കഴിയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് ഈ പാഠത്തിന് 5 സ്കോർ കിട്ടുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് 5 മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടി ആയിട്ടത്. എന്തായാലും ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എ ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേ മോർ നമ്പർ ഓഫ് പീപ്പിൾ കെയിം ടു സീ ദി സർക്കസ്? ഏത് ദിവസമാണ് കൂടുതൽ ആളുകൾ സർക്കസ് കാണാൻ വേണ്ടി വന്നത്? ഗ്രാഫിൽ തന്നെ കണ്ടെത്തിയതാണ്. എന്താണ്? സാറ്റർഡേ ഗ്രാഫാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്. 900ന് നേരെയാണ് സാറ്റർഡേ അല്ലെ? 900 ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് സാറ്റർഡേ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? സാറ്റർഡേ ആണ്. അതുപോലെ അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഡേയ്സ് ഈക്വൽ നമ്പർ ഓഫ് പീപ്പിൾ കെയിം ടു സീ ദി സർക്കസ്? ഏതൊക്കെ ദിവസങ്ങളിലാണ് സർക്കസ് കാണാൻ തുല്യമായ ആൾക്കാർ വന്നത്? തുല്യ എണ്ണ ആൾക്കാർ വന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? നമുക്കറിയാം എന്താണ്? 600ന് നേരെയാണ് 2 ദിവസങ്ങളുള്ളത്. മൺഡേയും തേഴ്സ്ഡേയും 600ന് നേരെയാണ്. 600 ആൾക്കാർ വന്നത് മൺഡേയും തേഴ്സ്ഡേയാണ്. അപ്പോൾ ഒരേ എണ്ണ ആൾക്കാർ വന്ന 2 ദിവസങ്ങളാണ് മൺഡേയും തേഴ്സ്ഡേയും. ഒരേ എണ്ണ ആൾക്കാർ വന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മൺഡേയും തേഴ്സ്ഡേയാണ്. വേറെ ഒരു ദിവസം ഒരേ എണ്ണ ആൾക്കാർ വന്നിട്ടില്ല. അപ്പൊ എന്താണ്? മൺഡേയും തേഴ്സ്ഡേയാണ് ഒരേ എണ്ണം ആൾക്കാർ വന്നത്. മൺഡേയും തേഴ്സ്ഡേയും. ആ മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പൊ ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു? ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 മാർക്ക് നമുക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യം കൂടെ, ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ചോദ്യം. 2 മുതൽ 3 മാർക്കിന് വരെ ഉള്ളൊരു ചോദ്യമാണിത്. അതായത് ഇവിടെ ബാർ ഗ്രാഫാണ് തന്നത്, ചതുരചിത്രം തന്നത്. നമ്മൾ ഇതിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഒരു പട്ടികയിലോട്ട്, ഒരു ടേബിളിലോട്ട് മാറ്റാനാ. എന്താണ്? മേക്ക് എ ടേബിൾ ഷോയിങ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഹു കെയിം ടു സീ ദി സർക്കസ് ഇൻ ഈച്ച് ഡേ. ഓരോ ദിവസം വന്ന ആൾക്കാർ എണ്ണം കാണിക്കുന്ന ഒരു ടേബിൾ, പട്ടിക ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇതിന്ന് എങ്ങനെ പട്ടിക ഉണ്ടാക്കുക? സിമ്പിൾ ആണ്. ഇവിടെ നോക്കണേ, ഡേയ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലെ? അപ്പൊ ഡേയ്സ്, ഡേ എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. അതിന് നേരത്തായി മൺഡേയും ട്യൂസ്ഡേയും വെനസ്ഡേയും തേഴ്സ്ഡേയും ഫ്രൈഡേയും ഹെഡിങ് കൊടുക്കുക. പിന്നെ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ എന്നുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഡേ എന്നുള്ള ഒരു ഹെഡിങ്ങും കൊടുക്കുക, നമ്പർ ഓഫ് പീപ്പിൾ എന്നുള്ള ഹെഡിങ്ങും കൊടുക്കുക. ഡേയുടെ താഴെ ഈ ദിവസങ്ങളൊക്കെ ഇതാ. എന്നിട്ട് എന്താ? നമ്പർ ഓഫ് പീപ്പിളിന് നേരെ ഓരോ ദിവസവും വന്ന ആൾക്കാരെണ്ണം. ഇതേ രൂപത്തിലാണ് നിങ്ങൾ ടേബിൾ ഉണ്ടാക്കാൻ. ഡേ എന്നുള്ള ഹെഡിങ്, നമ്പർ ഓഫ് പീപ്പിൾ എന്നുള്ള ഒരു ഹെഡിങ്. എന്നിട്ട് ഡേയുടെ നേരെ താഴെ ഏതൊക്കെ ദിവസങ്ങളുള്ളത് അത് കൊടുക്കുക.
പിന്നെ ഓരോ ഡേയുടെ നേരെന്താ നമ്പർ ഓഫ് പീപ്പിളിന് നേരെ താഴെ ഇത് മൺഡേ വന്ന ആൾക്കാരെ എണ്ണം മൺഡേയുടെ നേരെ, ട്യൂസ്ഡേ വന്ന ആൾക്കാരെ എണ്ണം ഇത് ട്യൂസ്ഡേക്ക് നേരെ ഇങ്ങനെ എഴുതിയാൽ മതി. മൺഡേ എത്ര ആൾക്കാരാണ് വന്നത്? 600 ആൾക്കാരാണ് മൺഡേ വന്നത്. അപ്പോൾ മൺഡേയുടെ നേരെ 600 എഴുതി. ട്യൂസ്ഡേ 400 വെനസ്ഡേ 300 തേഴ്സ്ഡേ 600 തന്നെയാണ്. ഫ്രൈഡേ 500, സാറ്റർഡേ 900 ആൾക്കാരാണ് വന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ ടേബിൾ രൂപത്തിൽ ആക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് എന്താ ഇത്രയും ചോദ്യങ്ങളിൽ തന്നെ 5 മാർക്ക് സ്കോർ ചെയ്യാം. സിമ്പിളായിട്ടുള്ള പാഠം കൂടെയാണ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്കുകൾ അല്ലേ. അപ്പോൾ ഇതിനുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇതുപോലെ മിക്ക എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മാഷി ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, നമ്മൾ 6ാം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യലാണ്. അപ്പോൾ വീഡിയോൻ്റെ സപ്പോർട്ടിനനുസരിച്ച് മാഷി കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന അതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വീണ്ടും വരും. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. മാഷി പോവാണ്. ബൈ ബൈ.